നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 11 ശനിയാഴ്ച. ഞാൻ എം ജയപ്രകാശ്. 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പത്തനംതിട്ട സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് കേരളം. ഇപ്പോൾ 18 വയസ്സുള്ള കായിക താരമാണ് 13-ാം വയസ്സു മുതൽ പീഡിപ്പിക്കപ്പെട്ടത്. മാതൃഭൂമി ഇത് പ്രധാന തലക്കെട്ടാക്കി. IAS-കാർക്കിടയിൽ ചേരിപ്പോര് കൂടുതൽ രൂക്ഷമായതാണ് മലയാള മനോരമയിലെ പ്രധാന തലക്കെട്ട്. സർക്കാർ കൊണ്ടുവന്ന കടാശ്വാസ പദ്ധതിയിൽ അപേക്ഷിക്കാനാകാതെ കർഷകർ വലയുന്ന വാർത്തയാണ് മാധ്യമം ലീഡ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ജാമ്യാപേക്ഷ മാറ്റിയതോടെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. പത്രവാർത്തകൾ നോക്കാം വിശദമായി. ആദ്യം മാതൃഭൂമിയിലേക്ക്. ഇത് കേരളമോ എന്ന് പ്രധാന തലക്കെട്ട്. 5 വർഷം 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന് ദളിത് പെൺകുട്ടി. 5 പേർ അറസ്റ്റിൽ. പത്തനംതിട്ട. 5 വർഷത്തിനിടെ 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കാമുകനുൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. കായികതാരം കൂടിയായ ദളിത് പെൺകുട്ടിയുടെ മൊഴിയിലാണ് ഇലവുംതിട്ട പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 18 വയസ്സുള്ള വിദ്യാർത്ഥിനിക്ക് 13 വയസ്സു മുതൽ പീഡനം നേരിട്ടെന്നാണ് മൊഴി. പ്രക്കാനം വലിയവട്ടം പുതുവൽത്തുണ്ടിയിൽ വീട്ടിൽ സുബിൻ, സന്ദീപ് ഭവനത്തിൽ S. സന്ദീപ്, കുറ്റിയിൽ വീട്ടിൽ VK വിനീത്, കൊച്ചുപറമ്പിൽ K. അനന്തു, ചെമ്പിലാത്തറയിൽ വീട്ടിൽ സുധി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തു. ഇതിൽ സുധി പോക്സോ കേസിൽ ജയിൽവാസം അനുഭവിക്കുകയാണ്. അച്ചു ആനന്ദ് എന്നയാൾക്കായി തിരച്ചിൽ നടത്തുന്നതായും പോലീസ് പറഞ്ഞു. മറ്റുള്ളവരുടെ പേരുവിവരങ്ങളും കുട്ടിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. എല്ലാവരുടെയും പേരിൽ പോക്സോ ചുമത്തി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പും ചുമത്തും. 6 സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട 64 പേർ പ്രതികളാകുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ 34 ആളുകളുടെ പേരുകൾ പെൺകുട്ടി എഴുതിവെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 30 ആളുകളുടെ ഫോൺ നമ്പറുകളാണുള്ളത്. ഇതിൽ കുറേ നമ്പറുകളും കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു. ശേഷിക്കുന്നവ ഫോണിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. പ്രതികളിൽ മിക്കവരും 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. പ്രായപൂർത്തിയാകാത്തവരും ഉണ്ടെന്നാണ് സൂചന. 2019 മുതലാണ് പീഡനം തുടങ്ങിയത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ കാമുകൻ ആദ്യം പീഡിപ്പിച്ചത്. പലയിടത്തും കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നാണ് മൊഴി. പെൺകുട്ടിയുടെ നഗ്നചിത്രവും വീഡിയോയും ഉൾപ്പെടെ പകർത്തിയ പ്രതി അത് സുഹൃത്തുക്കളെ കാണിച്ചു. തുടർന്ന് അവരും പീഡിപ്പിച്ചെന്നാണ് പ്രാഥമിക വിവരം. പന്തളത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലാണ് പീഡനവിവരം കുട്ടി ആദ്യം പറയുന്നത്. അവർ ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിച്ചു. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കോന്നിയിലെ നിർഭയയിൽ എത്തിച്ച ശേഷം സൈക്കോളജിസ്റ്റ് വഴി വിശദാംശങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ചേരിതിരിഞ്ഞ് IAS. സർക്കാരുമായി ചേർന്നു നിൽക്കുന്നവരും വിമർശിക്കുന്നവരും രണ്ടു തട്ടിൽ. B. അശോക് നിയമ നടപടിക്കെന്ന് സൂചന. സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ കൃഷി വകുപ്പിൽ നിന്ന് B. അശോകിനെയും മാറ്റിയതോടെ IAS-കാർക്കിടയിലെ ചേരിപ്പോര് രൂക്ഷമായി. സർക്കാരുമായി ചേർന്നു നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി. വകുപ്പ് സെക്രട്ടറിമാരുടെ പല യോഗങ്ങളിലും സർക്കാർ തീരുമാനങ്ങളുടെ സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ അശോക് ചൂണ്ടിക്കാട്ടിയതും അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിനു പുറത്തേക്ക് തട്ടാൻ കാരണമായെന്ന് പറയുന്നവരുണ്ട്. വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ അശോക് എതിർത്തിരുന്നു. പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡറില്ലാതെ നൽകിയതിൽ IAS-കാർക്കിടയിൽ തന്നെ നീരസമുണ്ട്. തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായുള്ള മാറ്റത്തിനെതിരെ അശോക് നിയമ നടപടിക്കൊരുങ്ങുമെന്നാണ് അറിയുന്നത്. പുതിയ ചുമതല ചികിത്സാ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൽക്കാലം ഏറ്റെടുത്തേക്കില്ല. കമ്മീഷൻ ഇതുവരെ രൂപീകരിക്കുകയോ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുകയോ ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെയാണ് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതെങ്കിലും അശോകിന്റെ സമ്മതം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനാകും. ഇതിനിടെ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടി. കൃഷി സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് കൂടി നീട്ടി. ധനസെക്രട്ടറി ഡോക്ടർ A. ജയതിലകിനെ അധിക്ഷേപിച്ചതിന് നവംബർ 11-നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ചീഫ് സെക്രട്ടറി നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് 5 തവണ മറുപടി നൽകി.
ഒപ്പം ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. മറുപടികൾ തൃപ്തികരമല്ലെന്നും പുനഃപരിശോധനാ സമിതി വിലയിരുത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ നീട്ടിയത്. പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ ഹൃദയാഞ്ജലി. സംസ്കാരം ഇന്ന് പറവൂർ ചേന്നമംഗലത്ത്. അനശ്വര ഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ സ്നേഹപ്രണാമം. വ്യാഴാഴ്ച അന്തരിച്ച ഗായകനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേരാണ് പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലുമെത്തിയത്. ഇന്ന് രാവിലെ 10-ന് മൃതദേഹം പറവൂർ ചേന്നമംഗലം പാലിയത്ത് എത്തിക്കും. 4 കെട്ടിൽ പൊതുദർശനത്തിനു വെച്ച ശേഷം 3:30-ന് സമീപത്തെ പാലിയം ശ്മശാനത്തിൽ ശവദാഹം. ഇന്നലെ രാവിലെ പൂങ്കുന്നം തോട്ടേക്കാട് ലെയ്നിലെ വീട്ടിലും തുടർന്ന് ഉച്ചവരെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലുമായിരുന്നു പൊതുദർശനം. അതിനുശേഷം മൃതദേഹം തിരികെ മണ്ണത്ത് വീട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ 8-ന് അദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്നാണ് ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോവുക. മൃതദേഹം മോർച്ചറിയിൽ നിന്ന് രാവിലെ 9:30-ക്ക് വീട്ടിലെത്തിക്കുമ്പോൾ ഭാര്യ ലളിത, മക്കളായ ലക്ഷ്മി, ദിനനാഥ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പിന്നാലെ ചെന്നൈയിൽ നിന്നും മരുമകൾ സുമിതയും പേരക്കുട്ടി നിവേദയുമെത്തി. ജയചന്ദ്രന്റെ സഹോദരൻ കൃഷ്ണകുമാറും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വിയോഗത്തിൽ അനുശോചിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഇനി മാധ്യമത്തിന്റെ ലീഡ് വാർത്തയിലേക്കാണ്. ആശ്വാസവും കടത്തിൽ എന്ന് തലക്കെട്ട്. കടാശ്വാസ പദ്ധതിയിൽ അപേക്ഷിക്കാനാകാതെ കർഷകർ. കടാശ്വാസത്തിന് പരിഗണിക്കാവുന്ന വായ്പാ തീയതി 9 വർഷം മുമ്പത്തേത്. കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടും പണം കിട്ടാതെ ബാങ്കുകൾ. ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ദുരിതത്തിലായ കർഷകർക്ക് സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കാർഷിക കടാശ്വാസ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അപേക്ഷാ സമർപ്പണം പ്രതിസന്ധിയിൽ. കടാശ്വാസത്തിന് പരിഗണിക്കാവുന്ന വായ്പാ തീയതിയിൽ മാറ്റം വരുത്താത്തതിനാൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ മറ്റ് ജില്ലകളിൽ 9 വർഷത്തിനിടെയും വായ്പ എടുത്തവർക്ക് ആനുകൂല്യത്തിന് അപേക്ഷിക്കാനാകുന്നില്ല. തീയതി പുതുക്കുന്നതിൽ മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകാത്തതാണ് കാരണം. കമ്മീഷൻ അപേക്ഷകൾ പരിശോധിച്ച് ശുപാർശ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കടാശ്വാസം അനുവദിക്കുന്നതിലൂടെ കർഷകരുടെ കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയും അവർക്ക് വായ്പ നൽകിയ സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും പരമാവധി 2 ലക്ഷം രൂപ സഹകരണ സംഘം രജിസ്ട്രാർ മുഖേന നൽകുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ ഇടുക്കി, വയനാട് ജില്ലകളിലെ കർഷകർക്ക് 2020 ഓഗസ്റ്റ് 31 വരെയും മറ്റ് ജില്ലകളിലുള്ളവർക്ക് 2016 മാർച്ച് 31 വരെയും എടുത്ത വായ്പകളിലാണ് കടാശ്വാസത്തിന് കമ്മീഷന് അപേക്ഷ നൽകാവുന്നത്. ഇടുക്കിയും വയനാടും ഒഴികെ ജില്ലകളിൽ കോവിഡും പ്രളയവും മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കർഷകർക്ക് കടാശ്വാസത്തിന് അപേക്ഷിക്കാനായിട്ടില്ല. കമ്മീഷൻ നിലവിൽ വന്ന 2007 ശേഷം ശുപാർശ ചെയ്ത 500 കോടിയോളം രൂപ ബാങ്കുകൾക്ക് സർക്കാർ നൽകി. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം 200 കോടിയോളം കുടിശ്ശികയാണ്. 10 കോടി വരെ കിട്ടാനുള്ള ബാങ്കുകളുമുണ്ട്. കമ്മീഷൻ ശുപാർശയുടെ പകർപ്പ് ലഭിച്ചാൽ ഈടായി വാങ്ങിയ രേഖകൾ കർഷകർക്ക് തിരിച്ചു നൽകാമെങ്കിലും പണം കിട്ടാത്തതിനാൽ ചില ബാങ്കുകൾ ഇങ്ങനെ ചെയ്യുന്നില്ലെന്നും പരാതിയിലുണ്ട്. ഈ നടപടി ആനുകൂല്യം ലഭിച്ച് കടബാധ്യത തീർന്ന കർഷകരെയും പ്രയാസത്തിലാക്കുന്നു. സമ്പൽ ഷാഹി മസ്ജിദ് കിണറിന് സമീപം പൂജയ്ക്ക് അനുമതിയില്ല. തൽസ്ഥിതി തുടരാൻ സുപ്രീംകോടതി ഉത്തരവ്. ഉത്തർപ്രദേശിലെ സമ്പൽ ഷാഹി ജമാ മസ്ജിദിന് സമീപത്തെ പുരാതന കിണറിനടുത്ത് ഹിന്ദു വിഭാഗം പൂജ ഉൾപ്പെടെ നടത്തുന്നത് തടഞ്ഞ സുപ്രീംകോടതി. പ്രദേശത്തെ തൽസ്ഥിതി തുടരാനും സമ്പലിൽ ഐക്യം നിലനിർത്താനും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. 5 പേരുടെ കൊലപാതകത്തിന് വഴിയൊരുക്കിയ സിവിൽ കോടതി ഉത്തരവ് ഷാഹി ജമാ മസ്ജിദിലെ സർവേ പള്ളി കമ്മിറ്റി നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി നവംബർ 29-ന് സ്റ്റേ ചെയ്തിരുന്നു. പിന്നാലെ സമ്പലിലെ ക്ഷേത്രങ്ങളുടെയും കിണറുകളുടെയും പുനരുജ്ജീവനത്തിനായി പ്രാദേശിക ഭരണകൂടം പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി പതിച്ച പോസ്റ്ററുകളിൽ മസ്ജിദിനോട് ചേർന്ന കിണർ പൊതു ഉപയോഗത്തിനായി പ്രചാരണം നൽകുകയാണെന്ന് കാണിച്ച് പള്ളി കമ്മിറ്റി നൽകിയ പുതിയ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. പ്രദേശത്തെ തൽസ്ഥിതി റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നും കിണറുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച നോട്ടീസ് പ്രാബല്യത്തിൽ വരുത്തരുതെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി
ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അടിയന്തരമായി സമർപ്പിച്ച ഹർജി പ്രത്യേകം പരാമർശിച്ചാണ് വെള്ളിയാഴ്ച തന്നെ ഹൈക്കോടതിയിലെത്തിച്ചത്. എന്നാൽ ഹർജിക്കാരന് പ്രത്യേക പരിഗണന നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. IC ബാലകൃഷ്ണൻ MLAയെ 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLAയ്ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനും താൽക്കാലിക ആശ്വാസം. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി 15 പരിഗണിക്കുമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. കൽപ്പറ്റ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട കോടതി 15-ന് കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നും അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, എയർലിഫ്റ്റിംഗ് ബിൽ ഉടൻ അടയ്ക്കേണ്ട. വായുസേന 2021 മുൻപ് കേരളത്തിൽ നടത്തിയ എയർലിഫ്റ്റിംഗിന്റെ ബിൽ പിന്നീട് അടച്ചാൽ മതിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഇത് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. കത്ത് കോടതിയിൽ ഹാജരാക്കി. ഇത് പരിശോധിച്ച ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് S ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പഴയ എയർലിഫ്റ്റിംഗ് ബിൽ ആയ 120 കോടി രൂപ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വിനിയോഗിക്കാൻ സർക്കാരിന് അനുമതി നൽകി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതായും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. ഇതിനാൽ കൂടുതൽ ഫണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു. ദുരന്ത നിവാരണ ഫണ്ടടക്കം വിനിയോഗിക്കുന്നതിനാണ് ഇതോടെ ഇളവ് ലഭിക്കുന്നത്. 2021 മുൻപുള്ള എയർലിഫ്റ്റിംഗ് ബിൽ അടയ്ക്കണമെന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇളവ് അനുവദിക്കാനാകുമോ എന്ന് അറിയിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത്. കേസിൽ കക്ഷി ചേരാൻ വയനാട് സ്വദേശി ബൈജു പോൾ മാത്യൂസ് അപേക്ഷ നൽകി. പറയാനുള്ള വിഷയങ്ങൾ അമിക്കസ് ക്യൂറിയെ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. വിഷയം 16-ന് വീണ്ടും പരിഗണിക്കും. റോഡിലെ കേബിളിൽ കാൽ കുരുങ്ങി, സ്കൂൾ ബസ്സിനടിയിലേക്ക് വീണ് 7 വയസ്സുകാരി മരിച്ചു. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ റോഡിൽ കിടന്ന കേബിളിൽ കാൽ കുരുങ്ങി വീണ 2ാം ക്ലാസ്സുകാരി അതേ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. കുട്ടിയുടെ വീടിന് മുന്നിലായിരുന്നു അപകടം. മടവൂർ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. മടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം പുളിമൂട് റോഡ് MS ഭവനിൽ R മണികണ്ഠനാചാരി ശരണ്യ ദമ്പതികളുടെ മകളാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4:15 സംഭവം. കുട്ടികളെ ഇറക്കിയ ശേഷം ബസ് മുന്നോട്ടു പോകുമ്പോഴാണ് അപകടം. റോഡരികിൽ ഇറങ്ങിയ കുട്ടി വീട്ടിൽ ആളില്ലാത്തതിനാൽ അടുത്ത വീട്ടിലേക്ക് പോകുകയായിരുന്നു. റോഡിന്റെ വശത്ത് ചുറ്റിയിട്ട നിലയിൽ കിടന്ന കേബിളിൽ കാൽ ഉടക്കി കൃഷ്ണേന്ദു പിന്നിലേക്ക് തെറിച്ചു വീണു. ഈ സമയം കുട്ടി വീണതറിയാതെ മുന്നോട്ടെടുത്ത ബസ്സിന്റെ ഇടതുവശത്തെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ. PV അൻവർ MLA ഇനി തൃണമൂൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി PV അൻവറിനെ പാർട്ടിയുടെ കേരള കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തി. പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അൻവർ അറിയിച്ചു. K ഗോപാലകൃഷ്ണൻ വീണ്ടും സർവീസിലേക്ക്. ആദ്യം തള്ളിപ്പറഞ്ഞു, പിന്നെ ക്ലീൻ ചിറ്റ്. സ്വന്തം വാദങ്ങൾ വിഴുങ്ങി സർക്കാർ. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലുള്ള അന്വേഷണത്തിൽ നിന്നും അച്ചടക്ക നടപടിയിൽ നിന്നും തലയൂരി K ഗോപാലകൃഷ്ണൻ ക്ലീനായി വീണ്ടും സർവീസിലേക്ക്. വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദമുണ്ടാക്കിയതിനു പിന്നാലെ ഗോപാലകൃഷ്ണനെ തള്ളിപ്പറഞ്ഞ സർക്കാർ 2 മാസത്തിനു ശേഷം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി തിരിച്ചെടുത്തു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും ലക്ഷ്യമിട്ടാണ് ഗോപാലകൃഷ്ണൻ മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് കഴിഞ്ഞ നവംബർ 11-ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കുറിച്ചിരുന്നു. തന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന് കൈമാറും മുൻപ് അതിലെ വിവരങ്ങളെല്ലാം അദ്ദേഹം നീക്കിയെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഗോപാലകൃഷ്ണൻ നടത്തിയത് അതീവ ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും തീർത്തു പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത്.
വിവാദ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗോപാലകൃഷ്ണനാണെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ഇക്കാര്യം പോലീസിന് തെളിയിക്കാനായില്ല. തന്റെ ഫോണിലെ വിവരങ്ങൾ ഗോപാലകൃഷ്ണൻ തന്നെ നീക്കിയതാണ് അന്വേഷണം വഴിമുട്ടിച്ചത്. എന്നാൽ തന്റെ ഫോൺ ഹാക്ക് ചെയ്തവരാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ഗോപാലകൃഷ്ണന്റെ വാദം തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തി. ഫോണിൽ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് അവർ സ്ഥിരീകരിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ സംശയമുന ഗോപാലകൃഷ്ണനിലേക്ക് തിരിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗ്രൂപ്പുണ്ടാക്കിയതിൽ തനിക്ക് പങ്കില്ലെന്ന വാദം സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കുറ്റപത്ര മെമ്മോയ്ക്കുള്ള മറുപടിയിലും ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. അത് അംഗീകരിച്ച് അദ്ദേഹത്തിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചതോടെ സ്വന്തം വാദങ്ങൾ കൂടിയാണ് സർക്കാർ തള്ളുന്നത്. സസ്പെൻഷൻ പിൻവലിച്ചത് നടപടി അവസാനിപ്പിക്കലല്ലെന്ന് ചീഫ് സെക്രട്ടറി. സസ്പെൻഷൻ എന്നാൽ ശിക്ഷാ നടപടിയല്ലെന്നും കുറ്റാരോപണ മെമ്മോയ്ക്ക് വ്യവസായ വാണിജ്യ മുൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ നൽകിയ മറുപടി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയതിനാലും ജോലിയിൽ തുടർന്നുകൊണ്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യമില്ലെന്നു മനസ്സിലാക്കിയതിനാലുമാണ് സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചത്. അതിന്റെ അർത്ഥം അച്ചടക്ക നടപടി അവസാനിപ്പിച്ചു എന്നല്ല. പ്രാഥമികമായി മാത്രമാണ് കെ ഗോപാലകൃഷ്ണന്റെ മറുപടി പരിശോധിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനയുണ്ടാകും. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്തിന് കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാൻ 30 ദിവസം അനുവദിച്ചിരുന്നെങ്കിലും മറുപടി നൽകുന്നതിനു പകരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. മെമ്മോയ്ക്ക് മറുപടിയൊന്നും നൽകാത്ത സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നീട്ടിയത്. പ്രശാന്തിന്റെ സസ്പെൻഷൻ നടപടി പരിശോധിച്ച സമിതിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് അംഗമായിരുന്നില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ഞാൻ മനുഷ്യൻ, തെറ്റുപറ്റാം എന്ന് നരേന്ദ്രമോദി. ആദ്യ വീഡിയോ പോഡ്കാസ്റ്റിൽ മനസ്സു തുറന്ന് പ്രധാനമന്ത്രി. വാർത്ത മലയാള മനോരമയിൽ. താൻ മനുഷ്യനാണെന്നും തെറ്റുപറ്റാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൈവമല്ലാത്തതിനാൽ തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ബോധപൂർവം തെറ്റു ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓഹരി വ്യവസായ സ്ഥാപനമായ സെറോദയുടെ സഹസ്ഥാപകൻ നിഖിത് കാമത്ത് നൽകിയ അഭിമുഖം പ്രധാനമന്ത്രിയുടെ ആദ്യ വീഡിയോ പോഡ്കാസ്റ്റാണ്. തന്റെ ജന്മം ദൈവനിയോഗമാണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ പരാമർശം ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. മറ്റുള്ളവരെപ്പോലെ ജനിച്ചതല്ലെന്നും ഈശ്വരൻ അയച്ചതാണെന്നുമുള്ള അവകാശവാദം നൽകിയ മോശം പ്രതിച്ഛായ പരിഹരിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ പുതിയ അഭിമുഖമെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ചെറുപ്പകാലം, വിദ്യാഭ്യാസം, രാഷ്ട്രീയത്തിലെ വളർച്ച, തിരിച്ചടികൾ, സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതെങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ 2 മണിക്കൂർ നീണ്ട പീപ്പിൾ ബൈ WTF പോഡ്കാസ്റ്റ് പരമ്പരയിൽ പ്രധാനമന്ത്രി പരാമർശിക്കുന്നു. ആലപ്പുഴ CPM-ൽ വിഭാഗീയത തുടരുന്നുവെന്ന് പിണറായി വിജയൻ. പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം നേതാക്കൾ തമ്മിലെ പോരെന്നും വിമർശനം. ആലപ്പുഴയിൽ പാർട്ടി വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഭാഗീയത നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിന്റെ പിന്തുണ ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ഹരിപ്പാട് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ LDFന്റെ വോട്ട് ചോർന്നതിൽ സംഘടനാപരമായ പരിശോധന നടന്നിട്ടില്ല. നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായ പ്രവർത്തനം വേണം. താഴെത്തട്ടിൽ പരിശോധനകളും വിലയിരുത്തലുകളും നടക്കുന്നില്ല. ജില്ലയിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം നേതാക്കൾ തമ്മിലെ വ്യക്തിവൈരാഗ്യമാണ്. നേരത്തെ ആശയപരമായ ഭിന്നതകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നേതാക്കളുടെ പേരു പറഞ്ഞുള്ള ഭിന്നതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടാൻ CPM തയ്യാറല്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പിണറായി പറഞ്ഞു. വടകരയിലും ബേപ്പൂരിലും അന്നത്തെ സംഘപരിവാറിന് അംഗീകരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ UDF നിർത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും BJPയും ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കുന്നവരെ UDF സ്ഥാനാർത്ഥികളാക്കും. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയാകും ഇതിന്റെ ഫലമെന്ന് തിരിച്ചറിയണം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം SDPI അവരുടെ വിജയമായാണ് ആഘോഷിച്ചത്. എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി LDFനെ പരാജയപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും ഒപ്പം കൂട്ടുന്ന നിലയിലാണ് മുസ്ലിം ലീഗ്.
LDFും CPMും ഇതുപോലുള്ള ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിട്ടുനിന്ന് ജി സുധാകരൻ. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന നേതാവ് ജി സുധാകരൻ. കഴിഞ്ഞ സമ്മേളനത്തിൽ വരെ സജീവമായിരുന്ന സുധാകരൻ ഇത്തവണ ചിത്രത്തിലില്ല. ബ്രാഞ്ച് അംഗമായി തരം താഴ്ത്തപ്പെട്ട അദ്ദേഹം ജില്ലാ സമ്മേളന പ്രതിനിധിയല്ല. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടും അദ്ദേഹം എത്തിയില്ല. ഉദ്ഘാടനശേഷം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉദ്ഘാടനത്തിനും സമാപനത്തിനും മാത്രമാണ് സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത്. 1975 ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ ജില്ലാ സമ്മേളനമാണിത്. ജില്ലയിൽ കഴിഞ്ഞ 18 സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. തന്റെ തട്ടകമായിരുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് എച്ച് സലാം ആണ് വിജയിച്ചത്. 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടെന്ന മാനദണ്ഡമനുസരിച്ചാണ് സുധാകരനെ തഴഞ്ഞത്. സലാം വിജയിച്ചെങ്കിലും സുധാകരന് ലഭിച്ചത്ര ഭൂരിപക്ഷമില്ലാതിരുന്നത് ചർച്ചയായിരുന്നു. അത് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച ഇളമരം കരീം അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ബ്രാഞ്ചിലേക്ക് ജി സുധാകരനെ തരം താഴ്ത്തിയത്. സഹകരണത്തിനുമേൽ നിരീക്ഷണം. വാർത്ത മാതൃഭൂമിയിൽ. സ്വകാര്യ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിലേതിന് സമാനമായി കേന്ദ്ര ഫിനാൻഷ്യൽ ഇന്റലിജൻസിന്റെ നിരീക്ഷണം സഹകരണ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾക്കും ബാധകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്റ്റേജ് വായ്പാ സംഘങ്ങൾക്ക് ബാധകമാക്കിയാണ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളിലെ സംഘങ്ങൾക്ക് നിലവിൽ ഇത് ബാധകമാക്കിയിട്ടില്ല. കള്ളപ്പണ ഇടപാട്, സാമ്പത്തിക തീവ്രവാദ പ്രവർത്തനം എന്നിവയെല്ലാം കണ്ടുപിടിക്കുന്നതിന് എല്ലാ സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിലും ഫിനാൻഷ്യൽ ഇന്റലിജൻസിന് നിരീക്ഷണം വേണമെന്നാണ് നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് മാർഗരേഖ തയ്യാറാക്കി ഇന്റലിജൻസ് വിഭാഗം കേന്ദ്ര സഹകരണ രജിസ്ട്രാർക്ക് സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി. മൾട്ടി സ്റ്റേജ് സഹകരണ സംഘങ്ങളിലെ എന്തൊക്കെ ഇടപാടുകളാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിന് നൽകേണ്ടതെന്നും നിശ്ചയിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിലുള്ളവ ഇവയാണ്: 10 ലക്ഷമോ അതിലധികമോ ഉള്ള പണ ഇടപാടുകൾ, കള്ളനോട്ട് ഇടപാടുകൾ കണ്ടെത്തിയാൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളുടെ 10 ലക്ഷത്തിൽ കൂടുതലുള്ള ഇടപാടുകൾ, സംശയകരമായ ഇടപാടുകളുണ്ടായാൽ 7 ദിവസത്തിനകം അറിയിക്കണം, മറ്റു രാജ്യങ്ങളിൽ ഉള്ളവരുമായുള്ള 5 ലക്ഷത്തിൽ അധികമുള്ള പണമിടപാടുകൾ. ഇവയാണ് നിരീക്ഷണത്തിലാക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ 3-ാം ദിവസവും വർധന. പവന് വെള്ളിയാഴ്ച 200 രൂപ കൂടി 58,280 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 7,285 രൂപയിലെത്തി. 3 ദിവസം കൊണ്ട് പവന് 560 രൂപയും ഗ്രാമിന് 70 രൂപയുമാണ് കൂടിയത്. ഈ മാസത്തെ ഉയർന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ജനുവരി 1-ന് രേഖപ്പെടുത്തിയ 57,200 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക്. അന്താരാഷ്ട്ര വിലയിലുണ്ടായ മുന്നേറ്റമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഒരു ട്രോയ് ഔൺസിന് തനി തങ്കത്തിന് $2,677 നിലവിലെ നിരക്ക്. 10-ാം നാളും രൂപ താഴേക്ക്. വിദേശ നാണ്യ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വെള്ളിയാഴ്ചയും താഴേക്ക് പോയി. 85.97 എന്ന നിലയിലായിരുന്നു ക്ലോസിംഗ്. $1 85 രൂപ 97 പൈസ നൽകണം. ഇതോടെ തുടർച്ചയായ 10-ാം വ്യാപാര ദിനത്തിലും രൂപ ഇടിവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല, റെക്കോർഡ് താഴ്ചയിലുമെത്തി. ഡോളർ വിറ്റഴിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ രൂപയുടെ വീഴ്ച ഇതിലും ഭീമമാകുമായിരുന്നു. കായ വറുത്തത് വിറ്റ് മലയാളി സ്റ്റാർട്ടപ്പ് നേടിയത് 300 കോടിയുടെ മൂല്യം. 70 കോടി രൂപ സമാഹരിച്ചു. കേരളം ആസ്ഥാനമായ ബനാന ചിപ്സ് സ്റ്റാർട്ടപ്പായ ബിയോണ്ട് സ്നാക്സ് 70 കോടി രൂപയുടെ മൂലധന ഫണ്ടിംഗ് നേടി. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയായ മാനസ് മധുവിന്റെ നേതൃത്വത്തിൽ 2020 തുടങ്ങിയ കമ്പനിക്ക് ഇപ്പോൾ 300 കോടി രൂപയുടെ മൂല്യം കണക്കാക്കിയാണ് ഇടപാട്. നേരത്തെ 33 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് കൂടിയാകുമ്പോൾ ഇതുവരെ സമാഹരിച്ച തുക 100 കോടി കടക്കും. വിവിധ രുചിഭേദങ്ങളിലുള്ള കായ വറുത്തത് പാക്കറ്റിലാക്കി വിൽക്കുന്ന ബിയോണ്ട് സ്നാക്ക് ഉൽപ്പന്നങ്ങൾ നിലവിൽ ഡൽഹി, UP, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 20,000 കടകളിൽ ലഭ്യമാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിപണി വിപുലീകരിക്കാനാണ് പുതിയതായി സമാഹരിക്കുന്ന തുക വിനിയോഗിക്കുകയെന്ന് ബിയോണ്ട് സ്നാക്ക് കോ ഫൗണ്ടറും സിഇഒയുമായ മാനസ് മധു പറഞ്ഞു. മഹാരാഷ്ട്ര സ്വദേശികളായ ജ്യോതി രാജ്ഗുരു, ഗൗതം രഘുരാമൻ എന്നിവരാണ് കോ ഫൗണ്ടർമാർ.
ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തുന്ന 12 ഫ്ലാഗ് നേതൃത്വം നൽകിയ ഈ നിക്ഷേപ റൗണ്ടിൽ നിലവിലുള്ള നിക്ഷേപകരായ NAB വെഞ്ചേഴ്സ്, ഫാഡ് തുടങ്ങിയവ പങ്കാളികളായി. ഇനി ചില ലോകവാർത്തകളിലേക്കാണ്. ലോസ് ആഞ്ചലസ് കാട്ടുതീ, മരണം 10ആയി, 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിനശിച്ചു. ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ. ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. ചൂടുകാറ്റ് തുടരുന്നതിനാൽ 5ഇടത്തായി താണ്ഡവമാടുന്ന കാട്ടുതീയുടെ 6% മാത്രമാണ് അണയ്ക്കാനായത്. 34,000 ഏക്കർ കത്തിയമർന്നു. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിനശിച്ചു. 1,80,000 ആളുകളെ ഒഴിപ്പിച്ചു. 2 ലക്ഷത്തിലേറെ ആളുകൾ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ്. 15,000 കോടിയോളം ഡോളറിന്റെ നഷ്ടം കണക്കാക്കുന്നു. ഒട്ടേറെ പ്രമുഖരുടെ ആഡംബര വസതികളുള്ള കലാബാസസിലെ തീ അതിവേഗം പടരുകയാണ്. ഹോളിവുഡ് ഹിൽസിലെ തീ നിയന്ത്രിക്കാനായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പസിഫിക് പാലിസേഡ്സിൽ കത്തിയമർന്ന കെട്ടിട വാഹനാവശിഷ്ടങ്ങളെ കാണാനുള്ളൂ. 6 സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള മുഴുവൻ തീയണപ്പ് സംവിധാനങ്ങളും എത്തിച്ച് തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. കാറ്റിന്റെ വേഗം അല്പം കുറഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. വെനിസ്വേലയിൽ മഡൂറോയ്ക്ക് എതിരെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി വിട്ടയച്ചു. മഡൂറോ 3ാം വട്ടം പ്രസിഡന്റായി ചുമതലയേറ്റു. വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോനിന മച്ചാഡോയെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അനുയായികൾ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപണം. മഡൂറോ വീണ്ടും പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്നതിനെതിരെ നടന്ന സമരത്തിലാണ് നാടകീയ സംഭവങ്ങൾ. റാലിക്കിടെ സൈനികർ മരിയയോടും ഒപ്പം വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിലാണ് അവരെ കൊണ്ടുപോയത്. എന്നാൽ പിന്നീട് സമൂഹമാധ്യമത്തിൽ മരിയ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും താൻ സ്വതന്ത്രയാണെന്ന് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് 3ാം വട്ടവും പ്രസിഡന്റായി മഡൂറോ ഇന്നലെ സ്ഥാനമേറ്റു. ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ തങ്ങളാണ് വിജയിച്ചതെന്നും പ്രതിപക്ഷം പറയുന്നു. രാജ്യാന്തര നിരീക്ഷകരും ഇത് ശരിവെക്കുന്നുണ്ട്. മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നവർക്കായി പ്രഖ്യാപിച്ചിരുന്ന തുക $2.5 കോടി US ഉയർത്തി. വടക്കൻ ഗസയിലെ ബന്ദികളെക്കുറിച്ച് വിവരമില്ലെന്ന് ഹമാസ്. ഗസയിൽ 15 പേർ കൂടി കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലും ആക്രമണം. വടക്കൻ ഗസയിൽ ബന്ദിയാക്കിയ ഇസ്രായേലികളിൽ ഭൂരിഭാഗത്തെക്കുറിച്ചും വിവരമില്ലെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗം. ഇസ്രായേൽ സൈനിക നടപടി മൂലം ഇത്തരമൊരു അവസ്ഥ സംജാതമാകുന്നതിനെക്കുറിച്ച് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഇത് അവഗണിക്കുകയായിരുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. തടവുകാരുടെ മരണത്തിനും ദുരവസ്ഥയ്ക്കും അധിനിവേശ സൈന്യവും സർക്കാരുമാണ് ഉത്തരവാദികളെന്ന് ഹമാസ് വക്താവ് അൽ ജസീറയോട് പറഞ്ഞു. അതേസമയം അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ജനിക്ക് തെക്ക് ഖബാത്തിയ പട്ടണത്തിലെ വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 8 ഫലസ്തീനികളെ തടവിലാക്കി. ഒരാഴ്ചയായി നടത്തിയ സൈനിക നടപടിയിൽ നിരവധി ഫലസ്തീൻ പോരാളികളെ കൊലപ്പെടുത്തിയതായും 73 പേരെ അറസ്റ്റ് ചെയ്തതായും സൈന്യം അറിയിച്ചു. അതിനിടെ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൂടി കൊല്ലപ്പെട്ടു. ബുറൈജ് ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ ഷെല്ലാക്രമണത്തിൽ 5 പേരാണ് മരിച്ചത്. ഗസ സിറ്റിയുടെ കിഴക്ക് വീടിനു നേരെ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഈ വർഷം ഇതുവരെ 490 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയത്. 2023 ഒക്ടോബർ മുതൽ കുറഞ്ഞത് 46,006 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,93,078 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹഷ് മണി കേസിൽ ട്രംപിന് തടവും പിഴയുമില്ല. 4 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞത്. വിവാദമായ ന്യൂയോർക്ക് ഹഷ് മണി കേസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശിക്ഷ വിധിച്ച് കോടതി. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും തടവോ പിഴയോ ചുമത്താൻ കോടതി തയ്യാറായില്ല. ഇതോടെ ശിക്ഷാഭീതിയില്ലാതെ വൈറ്റ് ഹൌസിലേക്കെത്താൻ 78-കാരനായ ട്രംപിന് വഴിയൊരുങ്ങി. 4 വർഷം വരെ തടവ് ശിക്ഷ നൽകാവുന്ന കുറ്റമാണ് ട്രംപിനെതിരെ തെളിഞ്ഞത്. എന്നാൽ വാക്കിൽ ശിക്ഷ വിധിച്ച് കേസ് അവസാനിപ്പിക്കുകയാണ് ന്യൂയോർക്ക് കോടതി ചെയ്തത്. ഇതുവഴി ഭരണഘടനാ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. നീലച്ചിത്ര നടി സ്റ്റോമി ഡാനിയൽസുമായുള്ള
2006 ഉണ്ടാക്കിയ ബന്ധം മറച്ചുവെക്കാൻ ട്രംപ് $1.3 ലക്ഷം നൽകിയെന്നും ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമാണ് ന്യൂയോർക്ക് ഹഷ് മണി കേസ്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് പണം നൽകിയത്. സാമ്പത്തിക ഇടപാടുകൾ രേഖകളിൽ നിയമപരമായ ചെലവുകൾ ആയാണ് ട്രംപ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. പത്രങ്ങളിലെ വിശദമായ വിശകലനവും വായനയുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.